മോർണിംഗിൽ 6 മണിക്ക് സ്റ്റാർട്ടാവും, 10 മണി വരെ. പിന്നെ 3 മണി മുതൽ ഇവിടെ കടികൾ തീരുന്നത് വരെ. ഒരു ചുരുക്കം പേരെങ്കിലും എന്താണെന്ന് അറിയാം, അവർ മിസ്യൂസ് ചെയ്യുന്നൊരു പ്രവണത കൂടെ ഉണ്ട്. അത് കഴിയുന്നതും ഇല്ലാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. നല്ല കച്ചവടം, പാർസലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അതെ, നല്ല ചായയും ചായക്കൊക്കെ 10 റുപ്യ ഉള്ളൂ, കുടിക്കാൻ മാത്രം ചായ ഉണ്ട്. പിന്നെ വെറൈറ്റി കടികളാണ്. നമസ്കാരം. വളരെ പോസിറ്റീവായ ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എൻ്റെ പിറകിൽ കാണുന്ന ഈ ചായക്കട തന്നെയാണ് ഇന്നത്തെ വാർത്തയുടെ വിഷയം. സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത 2 ചങ്ങാതിമാർ ചേർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ അത്തോളി കുനിൽക്കടവ് പാലത്തിന് സമീപത്ത് ഈ ചായക്കട ആരംഭിച്ചത്. വൈവിധ്യമാർന്ന നിരവധിയായ മലബാറി വിഭവങ്ങളും അതുപോലെ തന്നെ ചായയും ഒക്കെയാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് ഇവർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. നിരവധിയായ ആളുകളാണ് എന്തൊക്കെയായാലും ഇവിടുത്തെ ചായയുടെയും എണ്ണക്കടികളുടെയൊക്കെ രുചിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയായാലും ഒരു ചായ കുടിച്ചു സംസാരിക്കാം. അവിടെ ഒരു 1.5 കിലോമീറ്റർ സ്ഥിരമായിട്ട് രാവിലെ മേയ്ക്കുന്നവരാണ്. ഇപ്പൊ 2 ആഴ്ച സുമാറ്. നല്ല ചായയാണ്, നല്ല ഡെയിലി വരാണ്, നല്ല കടികളാണ്, ചായ അടിപൊളിയാണ്, ഒന്നും പറയാണ്ട്. നല്ല നാളെ രാവിലെ മോർണിംഗിൽ 6 മണിക്ക് സ്റ്റാർട്ടാവും, 10 മണി വരെ. പിന്നെ 3 മണി മുതൽ ഇവിടെ കടികൾ തീരുന്നത് വരെ. ഫസ്റ്റ് ടൈമിനൊക്കെ തീരെ കടികൾ തീർത്തിട്ട് വേഗം കൂട്ടി പോകലുണ്ടായിരുന്നു. പിന്നെ ആളും വരാൻ തുടങ്ങിയപ്പോൾ അവർ അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടി. എന്നാലും ഒരു 7 മണി 8 മണി ആ സമയത്തേക്ക് കാലിയാവും. നല്ല കച്ചവടം, പാർസലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഉണ്ട്. അവിടെ തന്നെയാണ്, അത്തോളി തന്നെയാണ്. ഇല്ല, ഞാനിങ്ങനെ അറിഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ഞാൻ സ്ഥിരം ഇവിടെ വരാറുള്ളതാണ്. പിന്നെ തുടങ്ങിയത് ഈ അടുത്ത ദിവസമാണ് അറിയുന്നത്. അങ്ങനെ വന്നു. നമ്മൾ അറിയാം, സുഹൃത്തുക്കള്, വിശേഷിക്കാരായ സുഹൃത്തുക്കൾ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കൂടെ ഒരു ചുരുക്കം പേരെങ്കിലും എന്താണെന്ന് അറിയാം, അവർ മിസ്യൂസ് ചെയ്യുന്നൊരു പ്രവണത കൂടെ ഉണ്ട്. അത് കഴിയുന്നതും ഇല്ലാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അവർക്ക് എന്താ വെച്ചാൽ എല്ലാവരും ചിലപ്പോൾ നോക്കിക്കോണം, പറ്റിയോണമെന്നില്ല. അന്നേരം മാക്സിമം അവർ സപ്പോർട്ട് ചെയ്യും. സിഗീഷ്. ഇവിടെ 2 പേരാ നടക്കുന്നത്. ജാബിറും പിന്നെ ഇവിടെ വന്ന് ഒരാൾ എലത്തൂരാണ്, ഒരാള് ഇവിടെ ചെങ്ങോട്ടാവിലാണ്. അപ്പൊ എലത്തൂർ ഇവിടെ വന്ന് ഇവിടെ നല്ല കൂടി കാടായിരുന്നു, സ്വന്തമായിട്ടുള്ള നല്ലൊരു കാടായിരുന്നു. ഫുള്ള് കാടൊക്കെ റെഡി ആക്കിയിട്ട് ഇവരെന്നെ വൃത്തിയാക്കിയിട്ട് സഹായത്തിന് മുമ്പിലെ കുറെ കമ്പനിക്കാരുണ്ട്. അവർ സംസാരിക്കാനറിയാം. ഭിന്നശേഷിക്കാര്. അത് ഇന്ന് 2 ആൾ വരും, അത് കഴിഞ്ഞ് നാളെ 2 ആൾ വരും, മാറി വരിക. പിന്നെ ഞങ്ങൾ സഹായത്തിനല്ല വരും. ഞങ്ങൾ ചിലത് ഇവിടെ നല്ല തിരക്കാകുമ്പോൾ ഞങ്ങൾ അത് കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും സഹായിക്കുന്നത്. ഇതിന്റെ വിലയൊക്കെ ചിലർക്ക് മനസ്സിലാവില്ലല്ലോ.
തിരക്കാ, നല്ല തിരക്കാ. ഇവര് 4 യൂട്യൂബർ ചെയ്തിരിക്കും. 4 യൂട്യൂബർ ചെയ്തതിനോട് അതിൽ ക്ലിക്ക് ആയിട്ടാണ് അതെ അതെ. എല്ലാരും കാപ്പാടൊക്കെ ആൾക്കാരും കൂടി വരും. കാപ്പാടൊക്കെ അതെ, നല്ല ചായ ചായക്കൊക്കെ 10 റുപ്യ ഉള്ളൂ. കുടിക്കാൻ മാത്രം ചായ ഉണ്ട്. പിന്നെ വെറൈറ്റി കടികളാണ്. മലബാർ അതെ. എന്തൊക്കെയായാലും വിവിധങ്ങളായ കോഴിക്കോടൻ വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഭിന്നശേഷിക്കാരാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ സ്വയം തൊഴിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഇവിടെ 2 പേര്. അവരെ സഹായിക്കാനായിട്ട് ആ ചേട്ടൻ പറഞ്ഞതുപോലെ നിരവധിയായ ആളുകൾ ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ കൂട്ടുകാർ തന്നെയാണ്, അവരും ഭിന്നശേഷിക്കാരാണ്. എന്തൊക്കെയായാലും നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അപകർഷതാബോധവുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മാതൃകയാണ് ഇത്തരത്തിൽ തങ്ങളുടെ കുറവുകളെ അതിജീവിച്ചുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് ജീവിതം കരുപിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുവാക്കൾ. കോഴിക്കോട് അത്തോളിയിൽ നിന്നും അൻവറിനൊപ്പം നിങ്ങൾക്ക് കടത്ത മറുനാടൻ TV.